ഹലോ ഗൈസ്, വെൽക്കം ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നേരത്തെ ചെയ്ത രണ്ട് വീഡിയോസിൻ്റെ തേർഡ് പാർട്ടുമായിട്ടാണ്. നേരത്തെ ചെയ്ത രണ്ട് വീഡിയോസിൻ്റെ ടൈറ്റിൽസ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ഡ്രോ എ 3D ഫ്ലോർ ഇൻ 3ds Max എന്നതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സോ തേർഡ് പാർട്ട് ഇറങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി, അത് നിങ്ങൾ എന്നോട് സത്യം ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ടിൻ്റെ കണ്ടൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഫസ്റ്റും സെക്കൻഡും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റും സെക്കൻഡും പാർട്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 3 വീഡിയോസും ഒന്ന് കാണാത്തവരാണെങ്കിൽ 3 വീഡിയോസും കാണുക. 2 വീഡിയോസും കണ്ടവരാണെങ്കിൽ മൂന്നാമത്തെ വീഡിയോ നമുക്ക് കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ടെക്സ്ചറിങ്. അപ്പോൾ ടെക്സ്ചറിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതുവരെ കണ്ട ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ വരയ്ക്കുക, പ്ലാൻ വരച്ചിട്ട് അതിൻ്റെ 3D ക്രിയേറ്റ് ചെയ്ത് ഒരു വാൾ അപ്പ് ചെയ്തു, ലെവലപ്പ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ സ്റ്റേജിലോട്ടാണ് വരുന്നത്. ആ സ്റ്റേജിൽ എന്തൊക്കെയാണ് വരേണ്ടത്? അപ്പം ഒരു ബ്ലോക്കായിട്ട് വന്നു, ബ്ലോക്ക് ഇഷ്ടികയായിട്ട് വേണോ, അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ സ്ട്രക്ചർ പോലെ ആ സർഫസ് ഫീൽ ചെയ്യണം. എന്നുവെച്ചാൽ സർഫസിലുള്ള ഹിഞ്ചസ് സിമെൻ്റ് ആയിട്ടും വുഡായിട്ടും, അപ്പോൾ കർട്ടൻസ് ആയിട്ടും, ഫ്ലോറിങ്ങിൻ്റെ ടൈലിംഗ് എന്താണ്, നോർമൽ ടൈലാണോ, ഗ്രാനൈറ്റ് ആണോ, അല്ലെങ്കിൽ മാർബിൾ ആണോ, അങ്ങനെ. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ മുറ്റത്തിട്ടിരിക്കുന്ന ഒരു വീടാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് ഇട്ടിരിക്കുന്ന ഇൻ്റർലോക്ക് അല്ലെങ്കിൽ പേവിങ് ടൈൽസ് അതിൻ്റെ അതേ ഫിനിഷിങ്ങോടുകൂടി, അതേ സർഫസ് ടെക്സ്ചറോടുകൂടി നമുക്ക് കാണണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം നമുക്ക് കണ്ടാൽ ഇപ്പോൾ ഇത് ഇൻ്റർലോക്കാണ് എന്നൊരു ഫീൽ തോന്നണം. സീനിൽ കാണുന്ന കാര്യങ്ങൾ, ഇത് സിമെൻറ്റ് സ്ട്രക്ചറാണ്, ഇത് വുഡാണ്, അപ്പോൾ ഇത് ഫാബ്രിക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ തോന്നലുകൾ നമുക്ക് ഓരോന്നിനെ കാണുമ്പോഴും, അതൊക്കെ ഫാബ്രിക് എന്ന് പറഞ്ഞ കാര്യം, ഒരു സോഫ അവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ സോഫയുടെ ആ ഒരു സർഫസ് ലെതറിൻ്റെ ആണോ അതോ അല്ലെങ്കിൽ ഫാബ്രിക്കിൻ്റെ ആണോ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് കൊണ്ടുവരുന്നത് നമുക്ക് ടെക്സ്ചറാണ്. ബേസിക്കലി നമുക്ക് എല്ലാ സർഫസിനെ കുറിച്ചും ഒരു ടെക്സ്ചർ ഫീൽ ഡിഫറൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഡ്രസ്സ് എന്നുവെച്ചാൽ ഒരു ക്ലോത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അതിനകത്ത് ഫാബ്രിക്കിൻ്റെ ചേഞ്ചസ് പലതുണ്ട്. സാറ്റിനുണ്ട്, വെൽവെറ്റ് ഉണ്ട്, പിന്നെ എന്താ പറയുക, കോട്ടൺ ഉണ്ട്, പോളിസ്റ്റർ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്ന പോലെ വുഡ് സർഫസ് തന്നെ നമുക്ക് ഗ്ലോസി ഉണ്ട്, മാറ്റ് ഫിനിഷിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല തരത്തിലുള്ളതാണ്. അപ്പോൾ ടെക്സ്ചറിൻ്റെ സർഫസ് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാണുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഷാഡോയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ കോണ്ടാക്ട് ആ സർഫസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണോ ആ സർഫസ് റെസ്പോണ്ട് ചെയ്യുന്നത്, അത് നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ ഉള്ളത് അതിനെ സിമുലേറ്റ് ചെയ്ത് നമ്മളുടെ ആ ഒരു സീനിലുള്ള ആ ഓരോ സർഫസിലോട്ടും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള റിഫ്ലക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസസ്, ലൈറ്റിൻ്റെ റെസ്പോൺസസ് നമ്മളെങ്ങനെയാണ് ആ ഒരു സർഫസിൽ കിട്ടുന്നത് എന്ന് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ടെക്സ്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടത് മനസ്സിലായില്ലെങ്കിൽ ആ സീൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം.
വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് കറക്ഷൻസും അപ്ഡേഷൻസും ഒക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കും നെക്സ്റ്റ് വീഡിയോസിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അതിനനുസരിച്ചുള്ള ആ ഒരു ഡയറക്ഷൻസും ഒക്കെ കൂടിയാണ് നമ്മൾ ഓരോ വീഡിയോയും കറക്റ്റായി കൊണ്ടുവരുന്നതും ഓരോ ടോപ്പിക്സ് കൊണ്ടുവരുന്നതും എല്ലാം. അപ്പോൾ കാഴ്ചക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഉള്ള സബ്ജക്ട്സിലൊക്കെ എന്നുള്ളതിനെ ബേസ് ചെയ്ത് നമുക്ക് പറ്റുന്ന പോലെ അതിൻ്റെ കണ്ടൻസ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ ഗൈസ്.